വി ഡി സതീശൻ സർക്കാരിന് വേണ്ടിയുള്ള ആദ്യ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അല്പസമയത്തിനകം നിയമസഭയിൽ നടത്തും. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ, മുഖ്യമന്ത്രി, സ്പീക്കർ അടക്കമുള്ള പ്രമുഖർ ഇപ്പോൾ നിയമസഭയ്ക്ക് പുറത്തുണ്ട്. ഗവർണറെ സ്വീകരിക്കാനായാണ് അവരിപ്പോൾ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഗവർണറുടെ വാഹനവ്യൂഹം നിയമസഭയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്നാണ് സ്വീകരിക്കുക. ഏതാനും നിമിഷങ്ങൾക്കകം എത്തും. വി ഡി സതീശൻ മന്ത്രിസഭയുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണ് നടക്കാൻ പോകുന്നത്. ഒരുപാട് പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്നുണ്ട്. കാരണം ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഊന്നിയുള്ള ചില പ്രഖ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചുള്ള പ്രസംഗമായിരിക്കും. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ കുറച്ചുകൊണ്ടുള്ള നയപ്രഖ്യാപന പ്രസംഗം എന്നാണ് കരുതേണ്ടത്. തികച്ചും വ്യത്യസ്തമായ ഒരു നയപ്രഖ്യാപന പ്രസംഗം എന്ന് വേണം ഇതിനെ കാണാൻ എന്നുകൂടിയുള്ള സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം ഗവർണർ, ഏതാനും നിമിഷങ്ങൾക്കകം ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മുഖ്യമന്ത്രിയുണ്ട്, സ്പീക്കറുണ്ട്, മന്ത്രി സണ്ണി ജോസഫ് ഉണ്ട്. ഇവരടക്കം ഗവർണറെ സ്വീകരിക്കാനായി പുറത്തുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗവർണറുടെ വാഹനവ്യൂഹം രാജ്ഭവനിൽ നിന്ന് അല്പം മുമ്പ് പുറപ്പെട്ടു. അതിനുശേഷം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് വേണം കരുതാൻ. ഔപചാരികമായ സ്വീകരണം ഗവർണർക്ക് നൽകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാര്യമായ കേന്ദ്ര വിമർശനങ്ങളില്ലാതെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള നയപ്രഖ്യാപനമായിരിക്കും ഉണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ. അത് നമുക്കറിയാം, കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്തൊക്കെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ ചില പേജുകൾ വിട്ട് വായിക്കുക, നയപ്രഖ്യാപന പ്രസംഗം നടത്താതിരിക്കുക, കേന്ദ്ര വിമർശനമൊക്കെ അടുപ്പിക്കുമ്പോൾ അത്തരം നടപടികളും നിലപാടുകളുമൊക്കെ അന്നത്തെ ഗവർണർമാരും മറ്റും സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അതിലൊക്കെ ഒരു കരുതൽ വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചുള്ള നയപ്രഖ്യാപനമാകും സഭയിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വാഹനവ്യൂഹം നിയമസഭയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സഭയ്ക്ക് പുറത്ത് മുഖ്യമന്ത്രി അടക്കം ഗവർണറെ സ്വീകരിക്കാനുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന, വിശദാംശങ്ങൾ. അല്പസമയത്തിനകം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിയമസഭയുടെ പ്രധാന കവാടത്തിലേക്ക് എത്തും. മുഖ്യമന്ത്രി വി ഡി സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മന്ത്രി സണ്ണി ജോസഫ്, അതോടൊപ്പം സംസ്ഥാന ഉദ്യോഗസ്ഥ നിരയിലെ പ്രമുഖർ, ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഗവർണറെ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രധാന കവാടത്തിലെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഗവർണറുടെ വാഹനവ്യൂഹം ഇവിടേക്ക് എത്തും. അതിനുള്ള മറ്റ് മുന്നൊരുക്കങ്ങളൊക്കെ തയ്യാറായിരിക്കുന്നു. ഇവിടെ ഗാർഡ് ഓഫ് ഓണർ നൽകിയായിരിക്കും, സല്യൂട്ട് സ്വീകരിച്ച ശേഷമായിരിക്കും ഗവർണർ നിയമസഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുക. ഏതാനും മിനിറ്റുകൾക്കകം ഈ വാഹനവ്യൂഹം ഇവിടെ എത്തും എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഇവിടേക്ക് ഗവർണറെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ സജ്ജമാണ്. കൃത്യം 9 മണിക്ക് തന്നെ ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കും. വി ഡി സതീശൻ സർക്കാരിൻ്റെ നയം പ്രഖ്യാപിച്ചുകൊണ്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സഭയെ അഭിസംബോധന ചെയ്യും. സർക്കാരിൻ്റെ വികസന പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, മറ്റ് സ്വപ്ന പദ്ധതികൾ തുടങ്ങിയവ ഏത് തരത്തിലായിരിക്കും നടപ്പിലാക്കുക, ഇന്ദിരാ ഗ്യാരണ്ടിക്ക് പുറമെ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ക്ഷേമ പദ്ധതിയുടെ സംക്ഷിപ്ത രൂപം എങ്ങനെ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായൊരു വിശദീകരണം കൃത്യമായി തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. അതോടൊപ്പം കേന്ദ്രത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഇല്ലാതെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ള സൂചനകളുമുണ്ട്. എന്തായാലും കാത്തിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിയമസഭാ കവാടത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി. ഗവർണർ ലോക് ഭവനിൽ നിന്ന് അല്പം മുമ്പ് പുറപ്പെട്ടു. നിയമസഭയ്ക്ക് പുറത്ത് ഗവർണറെ സ്വീകരിക്കാൻ പ്രധാനപ്പെട്ട സഭയിലെ പ്രധാനികളൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രിയുണ്ട്, സ്പീക്കർ ഉണ്ട്, മന്ത്രി സണ്ണി ജോസഫിനെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ചീഫ് സെക്രട്ടറി ഉണ്ട്, നിയമസഭയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും നിയമസഭാ സെക്രട്ടറി അടക്കമുള്ളവർ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഔപചാരികമായ സ്വീകരണം ഗവർണർക്ക് നൽകും. അദ്ദേഹം അത് ഏറ്റുവാങ്ങും. അതിനുശേഷമായിരിക്കും സഭയിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചതിന് ശേഷം നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് കാര്യങ്ങൾ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കൃത്യം 9 മണിക്ക് തന്നെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കാനാണ് സാധ്യത. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വി ഡി സതീശൻ സർക്കാരിൻ്റെ
ഒന്നാം നയപ്രഖ്യാപന പ്രസംഗമാണ്. അടുത്ത ഒരു വർഷം നടപ്പിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്ന് വേണം കരുതാൻ. ഒരുപാട് തരത്തിലുള്ള പ്രതീക്ഷകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഇന്ദിരാ ഗ്യാരണ്ടിയിൽ അധിഷ്ഠിതമായ ഒരു നയപ്രഖ്യാപനം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ UDF പ്രഖ്യാപിച്ച 5 ഇന ഗ്യാരണ്ടികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ബസ്സുകളിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതാണ്. അത് ഏത് തരത്തിൽ നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണം. വയോജന വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു. മറ്റ് നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. വനിതകൾക്കുള്ള ആനുകൂല്യങ്ങൾ ഉണ്ട്, വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ ഉണ്ട്. ഇതടക്കം എന്ത് തരത്തിലുള്ള പ്രഖ്യാപനമാണ് ഉണ്ടാവുക, എന്നു മുതൽ നടപ്പിലാക്കുമെന്ന കാര്യത്തിലും ഒരു തീരുമാനം വരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയും വേണം. ഒപ്പം സർക്കാരിൻ്റെ നിരവധി ക്ഷേമ പദ്ധതികൾ, ഇപ്പോൾ കേരയിൽ സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായും അത് സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. അതിന് പകരം ഒരു സ്പീഡ് റെയിൽ കേരളത്തിന് ഉണ്ടാകുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും. ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിയമസഭയിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന് സ്വീകരണമൊരുക്കുകയാണ് മുഖ്യമന്ത്രിയും സ്പീക്കർ അടക്കമുള്ള പ്രധാനികൾ. ദൃശ്യങ്ങളിലത് കാണാം. നയപ്രഖ്യാപനത്തിനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപന പ്രസംഗം അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് സ്വീകരിച്ച് സഭയ്ക്കുള്ളിലേക്ക് ആനയിച്ചിരിക്കുകയാണ്. സുപ്രധാനമായ നയപ്രഖ്യാപന പ്രസംഗത്തിന് കാതോർക്കുകയാണ് കേരളം. VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനം ആണ് നടക്കാൻ പോകുന്നത്. അതിലെന്തൊക്കെയാണ് കാത്തുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഡാൻ കുരുണ്ട്. ഡാന്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജനക്ഷേമ പദ്ധതികൾ, ഒരുപാട് പ്രതീക്ഷയോടെ ജനങ്ങൾ അധികാരത്തിലേക്ക് ആനയിച്ച ഒരു സർക്കാരാണ്. അവരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണം, അത് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ?